നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 മാർക്ക് ചെയ്യാം. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. Two spherical conductors, each of capacity C, are charged to potential V and minus V. These are then connected by means of a fine wire. The loss of charge, loss of energy. എന്താ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ടു സ്ഫെറിക്കൽ കണ്ടക്ടേഴ്സ്, രണ്ട് സ്ഫെറിക്കൽ കണ്ടക്ടേഴ്സ് ഉണ്ട്. രണ്ട് സ്ഫെറിക്കൽ conductors, two spherical conductors, each of capacitance C, രണ്ടിനും C capacitance ഉണ്ട്. are charged potential V, രണ്ടിലും C capacitance ഉണ്ട്. C capacitance ഇതിന് C capacitance സെയിം ആണ്. പൊട്ടൻഷ്യൽ ഉണ്ട്, ഇതിലുണ്ടാവും പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് V ആയിരിക്കും, ഇതിലുണ്ടാവുന്ന പൊട്ടൻഷ്യൽ മൈനസ് V ആയിരിക്കും. പൊട്ടൻഷ്യൽ V ആണ്. These are connected by means of a fine wire, ഒരു വയറുമായിട്ട് ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ദ ലോസ് ഓഫ് എനർജി, എന്താ ലോസ് ഓഫ് എനർജി എന്നുള്ളതാണ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എനർജി ലോസ് ആവുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കണ്ടക്ടറിൽ ചാർജ് ഉണ്ട് എന്ന് വെച്ചാൽ ആ എനർജി ഉണ്ട്, ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കപ്പാസിറ്റൻസിൽ പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ട് ഇതിൽ മൈനസ് പൊട്ടൻഷ്യൽ ആണ്. ഓക്കെ, അപ്പോൾ ഒന്ന് മൈനസ് ചാർജ് ആണ്, ഒന്ന് പ്ലസ് ചാർജ് ആണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. ഇനി വയറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. വയറായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും, അവിടെ ചാർജ് വയറിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഹീറ്റിലൂടെ എനർജി ലോസ് ആവുന്നുണ്ട്. ഹീറ്റിലൂടെ എനർജി ലോസ് ആവുന്നുണ്ട്. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലോസ് ഓഫ് എനർജി ആണ് പറയുന്നത്. ക്വസ്റ്റ്യൻ പറഞ്ഞത് ലോസ് ഓഫ് എനർജിയാണ്. അപ്പൊ നമുക്കിത് രണ്ട് കണ്ടീഷനായിട്ട് നമുക്കിതിനെ എഴുതണം. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റേജ്. ഓക്കെ, ഇനീഷ്യൽ എന്താണെന്ന് നോക്കുക. ഓക്കെ, ഇനീഷ്യൽ എന്താണ്? ഇവിടെ ഉണ്ടാവുന്ന എനർജി എന്തായിരിക്കും? ഫസ്റ്റത്തെ സ്ഫിയറിൽ ഉണ്ടാവുന്ന എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/2 CV² ആണ്. നമുക്ക് എനർജി U1 1/2 CV² ആണ് നമുക്കറിയാം. ഓക്കെ, ഇനീഷ്യൽ സ്റ്റേജ് എന്ന് വെച്ചാൽ വയർ കണക്ട് ചെയ്യാത്തപ്പോൾ ഉണ്ടാകുന്ന കേസ് എടുക്കുകയാണെങ്കിൽ. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസിൽ എന്തായിരിക്കും ഉണ്ടാവുക? U2 എടുക്കുകയാണെങ്കിൽ U2 1/2 C minus V², that is 1/2 CV². കാരണം -V² എന്ന് പറഞ്ഞാൽ -V² എന്ന് പറഞ്ഞാൽ V² തന്നെയാണ്. അപ്പോൾ CV². അപ്പോൾ ഇനീഷ്യൽ കേസിൽ ഈ രണ്ട് കണ്ടക്ടർ കൺസിഡർ ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ എനർജി എന്തായിരിക്കും? ടോട്ടൽ എനർജി U U1 plus U2 ആണ് അല്ലെ? അത് നമുക്ക് എങ്ങനെ എഴുതാം? U1 plus U2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ എനർജി U 1/2 CV² plus 1/2 CV². That means 2 CV² divided by 2 cancel, total energy CV². അപ്പോൾ ടോട്ടൽ എനർജി എന്ന് CV² കിട്ടും. ഓക്കെ, നമുക്ക് ആൻസർ ആയിട്ടില്ല. ഇനി എന്ത് ചെയ്യണം? ഈ വയറിനെ കണക്ട് ചെയ്യണം. ഈ വയറിനെ കണക്ട് ചെയ്യുന്ന സമയത്ത് എന്താവുന്നുണ്ട്? അവിടെ എനർജി ലോസ് ആവുന്നുണ്ട്. ലോസ് ആവുന്നുണ്ട്. നമുക്ക് ലോസ് എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. എനർജി ലോസ് ആവുന്നുണ്ട്. പക്ഷെ ലോസ് ആവാത്ത ഒന്നുണ്ട്, ചാർജ് ഉണ്ട്. ഇപ്പൊ ഫൈനൽ കേസിൽ നമ്മൾ ഇത് ഫൈനലാണ്, ഇനീഷ്യൽ സ്റ്റേറ്റ്. ഫൈനൽ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ചാർജിനെ കൺസിഡർ ചെയ്യും. എന്തുകൊണ്ടാണ് ചാർജ് കൺസിഡർ ചെയ്യുന്നത് മനസ്സിലാക്കണം. ഈ എനർജി എന്ന് പറയുന്നത് വയർ കണക്ട് ചെയ്യുന്ന സമയത്ത് എനർജി ലോസ് ആവുന്നുണ്ട്. ഹീറ്റ് എനർജി ആയിട്ട് ലോസ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ചാർജ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ലോസ് ആവില്ല. അത് കൺസർവ്ഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഉണ്ടാവുന്ന ചാർജ് എന്ന് പറയുന്നത് നമുക്കറിയാം. ചാർജ് കാണാനുള്ള Q CV. ചാർജ് കാണാനുള്ള ഇക്വേഷൻ C Q/V, then Q CV. then ഒന്നാമത്തെ CV ആണ്. രണ്ടാമത്തെ Q2 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഇത് -V ആണ്. അപ്പോ -CV എന്ന് കിട്ടി. അപ്പോൾ ടോട്ടൽ Q എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? Q1 plus Q2 ആണ്. That means CV minus CV is equal to 0.
ചാർജ് ക്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ പൊട്ടൻഷ്യലായിട്ട് ഈ എനർജിയുമായിട്ടൊന്ന് കൺസിഡർ ചെയ്യാം. എനർജി ആണുള്ള ഇക്വേഷൻ എന്താ നമുക്കറിയാം, Q² / 2C ആണ്. ദാറ്റ് മീൻസ് U is equal to Q എന്ന് പറഞ്ഞ 0 ആണ്, 0/2C. ദാറ്റ് മീൻസ് U is equal to 0. അപ്പൊ ചാർജ് 0 ആണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്, അവിടെ ഉണ്ടാവുന്ന എനർജിയും 0 ആണ്. ഫൈനൽ സ്റ്റേറ്റിൽ എനർജി 0 ആണ്. ഇനി നമുക്ക് ഈ ടോട്ടൽ സിസ്റ്റത്തിന്റെ ഈ എനർജി ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേറ്റിൽ കൊണ്ടും ഫൈനൽ സ്റ്റേറ്റ് കൊണ്ടും. ഇനി ടോട്ടൽ എങ്ങനെയാ കണ്ടുപിടിക്കുക, എന്താണ്, ഇനീഷ്യൽ പ്ലസ് ഫൈനൽ. ഇനീഷ്യൽ എന്താണ്, ഇനീഷ്യൽ നമുക്ക് എത്ര കിട്ടി, CV² + 0 അല്ലെങ്കിൽ CV². അപ്പൊ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് U is equal to CV² എന്ന് കിട്ടി. അപ്പൊ ആൻസർ CV². സി ആണ് ഓപ്ഷൻ, സി ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താണ്, ഒരു സ്ഫിയർ ആണ്, 2 സ്ഫിയർ വെച്ചിട്ടുണ്ട്. ആ സ്ഫിയറിൽ ഒന്ന് V പൊട്ടൻഷ്യൽ ആണ്, ഒന്ന് -V പൊട്ടൻഷ്യൽ ആണ്. രണ്ടിനും ചാർജ് ഒന്ന് Q ആണ്, തന്നിരിക്കുന്നത്. ദെൻ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം അതിനെ ഒരു വയർ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ കേസ്, ഇനീഷ്യൽ കേസ്, വയർ ഇല്ല എന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും, അതിലുണ്ടാവുന്ന എനർജി U1 = 1/2CV² ആയി, and U2 = 1/2C - V² ആണ്. -V² എന്ന് പറഞ്ഞാൽ V² തന്നെയാണ്. ദെൻ നമ്മൾ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ U = CV² എന്ന് കിട്ടി. ഓക്കെ, ഇനി ഫൈനൽ കേസ്, വയർ കണക്ട് ചെയ്യുന്ന സമയത്ത്, വയർ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എനർജി നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം എനർജി അവിടെ ലോസ് ആവുന്നുണ്ട്. ലോസ് ആവാത്ത ഒരേ കാര്യം വന്നത് അവിടെ ചാർജ് ആണ് ലോസ് ആവാത്തത്. അപ്പൊ ചാർജ് ലോസ് ആവാത്തത് എന്താണ്, Q ആണ്. Q1 = CV ആണ്, Q2 = -CV ആണ്. ദെൻ Q = Q1 + Q2 = Q = 0 കിട്ടി. അപ്പോൾ ചാർജ് അവിടെ എന്ത്, Q0 എന്ന് കിട്ടി. ചാർജ് 0 ആണ് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന എനർജി എന്ന് പറഞ്ഞിരിക്കും 0 ആയിരിക്കും. കാരണം ഇക്വേഷൻ Q² / 2C ആണ്. അത് വെച്ച് നോക്കുമ്പോൾ U = 0 ആണ്. അപ്പൊ ടോട്ടൽ എനർജി കാണണമെങ്കിൽ, അപ്പൊ എന്ന് വെച്ചാൽ ഫൈനലിന്റെയും ഇനീഷ്യലിന്റെയും ടോട്ടൽ എനർജി കാണണമെങ്കിൽ എന്ത് ചെയ്യാം, ടോട്ടൽ എനർജി is equal to ഇനീഷ്യൽ പ്ലസ് ഫൈനൽ. ഇനീഷ്യൽ എന്താണ്, CV² + 0 ആണ്. U = CV². അങ്ങനെ നമുക്ക് CV² ആൻസർ കിട്ടുന്നത്. ഓക്കെ, പറഞ്ഞ കാര്യം ക്ലിയർ ആയി വിചാരിക്കുന്നു. ഒന്നും കൂടി നല്ലവണ്ണം കേട്ട് മനസ്സിലാക്കുക, വർക്ക്ഔട്ട് ചെയ്ത് അത് വൃത്തിയായി മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ.